Ramanuja Institute of Accounting. Your perfect career craftsman. Hi all, you are welcome to a new video of Ramanuja Institute of Accounting. ഇന്ന് ബേസിക് അക്കൗണ്ടിംഗ് ക്ലാസ് ആണ്. അതിൽ ഡിസ്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഡിസ്കൗണ്ട് വരുമ്പോൾ എങ്ങനെ നമുക്ക് ജേർണൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് ഈസ് ഡിഡക്ഷൻ ഗിവൺ ബൈ ദ ബിസിനസ് പീപ്പിൾ ടു ഇറ്റ്സ് കസ്റ്റമർ. ബിസിനസ്മാൻ അവരുടെ കസ്റ്റമർക്ക് നൽകുന്ന ഡിഡക്ഷൻ ആണ് ഡിസ്കൗണ്ട്. There are two types of discount. One is trade discount and other is cash discount. അപ്പോൾ ബിസിനസ്സിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ രണ്ട് ടൈപ്പ് ഡിസ്കൗണ്ട് ഉള്ളത്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, മറ്റൊന്ന് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്? ഇറ്റ് ഈസ് എ ഡിഡക്ഷൻ allowed on the list price by the seller to the buyer at the time of bulk quantity sales. എന്ന് വെച്ചാൽ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി സെയിൽസ് നടത്തുമ്പോൾ ബയർക്ക് നൽകുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ഫോർ എൻകറേജിംഗ് ദ ബയർ ടു ബൈ മോർ ആൻഡ് മോർ. കൂടുതൽ കൂടുതൽ വാങ്ങുവാൻ വേണ്ടി ആ ഒരു ബയറെ പ്രേരിപ്പിക്കുവാൻ വേണ്ടി നൽകുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്നൊരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന ആവശ്യമില്ല, അത് റെക്കോർഡ് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. അപ്പൊ നമ്മള് ജേർണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണോ ഡിസ്കൗണ്ട് നൽകുന്നത്, ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് ജേർണലിൽ നൽകുന്നത്. ഫോർ എക്സാമ്പിൾ, സോൾഡ് ഗുഡ്സ് ടു രാജ് ₹20,000 അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 5%. രാജിന് ഗുഡ്സ് സെയിൽ ചെയ്തു, 5% ട്രേഡ് ഡിസ്കൗണ്ടിന് 20,000ന്റെ ഗുഡ്സ് സെയിൽ ചെയ്തു. അപ്പൊ രാജ് നമുക്ക് എത്ര ക്യാഷ് തരണം? 20,000ൽ നിന്നും ലെസ് അതിന്റെ 5%. 20,000ന്റെ 5% 1,000 ആണ്. അപ്പൊ ആ ഒരു കസ്റ്റമർ എത്രയേ ക്യാഷ് തരേണ്ടതുള്ളൂ? 20,000 മൈനസ് 1,000, 19,000. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി നൽകുക? ഇവിടെ രാജ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എമൗണ്ട് 19,000. അപ്പൊ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. എന്ന് വെച്ചാൽ സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ ലിസ്റ്റ് പ്രൈസിൽ നൽകുന്ന ഡിഡക്ഷൻ, അതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ഡിസ്കൗണ്ട്. എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ദ ഡിസ്കൗണ്ട് allowed by the creditor to the debtor at the time of timely payment as an incentive to make prompt payment. ക്യാഷ് ഡിസ്കൗണ്ട് ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് നൽകുന്ന ഒരു ഡിസ്കൗണ്ട് ആണ്. അറ്റ് ദ ടൈം ഓഫ് ടൈംലി പേയ്മെന്റ്, അല്ലെ? നമുക്ക് ഡെപ്റ്റർ ക്യാഷ് തരാനുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഒരു പെർട്ടിക്കുലർ പീരിയഡിനുള്ളിൽ ആ ക്യാഷ് തരികയാണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് തരാം. ചില പ്രോംപ്റ്റ് പേയ്മെന്റ് കറക്റ്റായി പേയ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് നൽകുന്ന ഡിസ്കൗണ്ട് ആണ് ക്യാഷ് ഡിസ്കൗണ്ട്. There are two types of cash discount. One is discount allowed and other is discount received. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൽകുന്ന ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് നമുക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് ബിസിനസിന് എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം ആണ്. നമ്മൾക്ക് ഇവിടെ ഡിസ്കൗണ്ട് അലൗഡിന്റെ കേസിൽ ആ ഒരു ബിസിനസ്മാന് ലോസ് ആണ്, എക്സ്പെൻസ് ആണ്, തീർച്ചയായും അത് റെക്കോർഡ് ചെയ്തിരിക്കണം. അതുപോലെ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്ന കേസിൽ അത് ഇൻകം ആണ്, അത് തീർച്ചയായും റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പൊ അതിന് നമ്മൾ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യണം. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദ ബിസിനസ്മാൻ ടു ദ ഡെപ്റ്റർ. ബിസിനസ്മാൻ ഡെപ്റ്റർക്ക് നൽകുന്ന ഡിസ്കൗണ്ട് ആണ് ഡിസ്കൗണ്ട് അലൗഡ്. അപ്പൊ അതിന് വരുന്ന ജേർണൽ എൻട്രി, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ജേർണൽ എൻട്രി ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ. ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് ആണ്, അതിനെ ഡെബിറ്റ് ചെയ്യുന്ന ഡെപ്റ്റർക്കാണ് നമ്മൾ ഡിസ്കൗണ്ട് നൽകുന്നത്. അപ്പൊ അവർ തരാനുള്ള ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഡെപ്റ്റർ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡെപ്റ്റർ എന്ന അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, അപ്പൊ ഡെപ്റ്ററെ ക്രെഡിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, സെറ്റിൽഡ് ദ അക്കൗണ്ട് ഓഫ് ജോൺ ₹8,000 ബൈ റിസീവിംഗ് ₹7,500. ജോണിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ₹8,000 അവർ തരണം.
എത്ര നമ്മൾ റിസീവ് ചെയ്യുന്നു? 7,500 റിസീവ് ചെയ്യുന്നു. അപ്പൊ ക്യാഷ് നമ്മൾക്ക് തരുന്നു 7,500, തരാനുള്ളത് 8,000 ആണ്. അപ്പൊ ആ ഡിഫറൻസ് എന്തായിരിക്കും? നമ്മൾ അവർക്ക് നൽകുന്ന ഡിസ്കൗണ്ട് ആയിരിക്കും. അപ്പൊ അതെന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അപ്പൊ ക്യാഷ് തരുമ്പോഴാണ് നമ്മൾ ഡിസ്കൗണ്ട് നൽകുന്നത്. അപ്പൊ അവിടെ 2 ജേണൽ എൻട്രി വരും. അപ്പൊ അതിനെ നമ്മൾക്ക് കമ്പൈൻ ചെയ്യാം, കോമ്പൗണ്ട് ജേണൽ എൻട്രി ചെയ്യാവുന്നതാണ്. ക്യാഷ് തരുമ്പോഴെന്താണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺ, എമൗണ്ട് 7,500. പിന്നെയോ, അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് നൽകുന്നു. ഡിസ്കൗണ്ട് നൽകുമ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺ, എമൗണ്ട് 500. 7,500 8,000 തമ്മിലുള്ള ഡിഫറൻസ്, ആ 500 ആണ് ഡിസ്കൗണ്ടിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഇതാണ് സിമ്പിൾ എൻട്രി നൽകേണ്ടത്. നമ്മൾ 2 ജേണൽ എൻട്രി നൽകുന്നു, അത് കമ്പൈൻ ചെയ്യിക്കാം. അതിന്റെ കോമ്പൗണ്ട് ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് റിസീവ് ചെയ്യുന്നു, എത്ര? 7,500. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 500 ടു ജോൺ, ക്രെഡിറ്റ് കോളത്തിൽ 8,000. അപ്പൊ ഇങ്ങനെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ബിസിനസ്മാൻ. ക്രെഡിറ്റർ ബിസിനസ്മാന് നൽകുന്ന ഡിസ്കൗണ്ട് ആണ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പൊ അത് ബിസിനസ്മാന് ഇൻകം ആണ്. അത് എപ്പോഴാണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്? ബിസിനസ്മാൻ ക്രെഡിറ്റർക്ക് ക്യാഷ് നൽകുമ്പോഴാണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അപ്പൊ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ, ആ ഒരു ജേണൽ എൻട്രി വരുമ്പോഴാണ് ഇവിടെ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡിന്റെ ജേണൽ എൻട്രി സൺട്രി ക്രെഡിറ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഇൻകം ആണ്, ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ക്രെഡിറ്ററിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ക്രെഡിറ്റർ ലയബിലിറ്റി ആണ്, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ജേണൽ എൻട്രി സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. For example, settled the account of Akbar and Sons rupees 42,000 by paying rupees 40,000. അക്ബർ ആൻഡ് സൺസ് എന്ന ക്രെഡിറ്ററുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി 42,000 റുപ്പീസ് വേണം. പക്ഷെ എത്രയേ കൊടുക്കുന്നുള്ളൂ? 40,000. അപ്പൊ അവിടെ വരുന്ന 2,000 എന്താണ്? ബിസിനസ്മാൻ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ക്യാഷ് നൽകുമ്പോഴാണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അപ്പൊ സിമ്പിൾ ജേണൽ എൻട്രി എങ്ങനെ പറയാം? ആദ്യം ക്യാഷ് നൽകുന്നു, അക്ബർ ആൻഡ് സൺസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, എമൗണ്ട് 40,000. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പൊ ജേണൽ എൻട്രി അക്ബർ ആൻഡ് സൺസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്, എമൗണ്ട് 2,000. അപ്പൊ ഇതിന്റെ കോമ്പൗണ്ട് എൻട്രി എങ്ങനെ എഴുതാ? ഈ 2 ജേണൽ എൻട്രിയിലും അക്ബർ ആൻഡ് സൺസിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അക്ബർ ആൻഡ് സൺസ് അക്കൗണ്ട് ഡെറ്റർ ടോട്ടൽ എമൗണ്ട് എത്ര മൊത്തം നമ്മൾ നൽകണം? 42,000 റുപ്പീസ് നമ്മൾ നൽകണം. അപ്പൊ അക്ബർ ആൻഡ് സൺസ് അക്കൗണ്ട് ഡെറ്റർ 42,000 ടു ക്യാഷ് റുപ്പീസ് 40,000. ക്യാഷ് നൽകുന്നത് 40,000. അഗൈൻ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 2,000. നറേഷൻ എങ്ങനെ നൽകാം? ക്യാഷ് പെയ്ഡ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പൊ ഇങ്ങനെയാണ് ഡിസ്കൗണ്ടിന്റെ കേസിൽ ജേണൽ എൻട്രി വരുന്നത്. അപ്പൊ ഓർമ്മിക്കുക, 2 ടൈപ്പ് ഡിസ്കൗണ്ട് ഉള്ളത്. ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ട്, മറ്റൊന്ന് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് എന്നൊരു അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷേ നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ എമൗണ്ട് നൽകുമ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് വാല്യൂ മൈനസ് ചെയ്തിട്ടാണ് എമൗണ്ട് നൽകേണ്ടുന്നത്. പിന്നെ വരുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. 2 ടൈപ്പ് ക്യാഷ് ഡിസ്കൗണ്ട് ഉള്ളത്. ഒന്ന് ഡിസ്കൗണ്ട് അലൗഡ്, മറ്റൊന്ന് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് അലൗഡിന്റെ കേസിൽ അത് ബിസിനസിന് എക്സ്പെൻസ് ആണ്. ഡെപ്റ്റർക്ക് ബിസിനസ്മാൻ നൽകുന്ന ഡിസ്കൗണ്ട് ആണ് ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡിന്റെ കേസിൽ അത് ഇൻകം ആണ്. ക്രെഡിറ്റർ ബിസിനസ്മാന് നൽകുന്ന ഡിസ്കൗണ്ട് ആണ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പൊ അതിന്റെ കുറച്ച് ട്രാൻസാക്ഷൻസ് തരാം. അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഇവിടെ തന്നിരിക്കുന്ന ഈ ട്രാൻസാക്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ജേണൽ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ജേണൽ എൻട്രിന്റെ ഫോർമാറ്റ് വരക്കുക. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻസ്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 60,000, ഫർണിച്ചർ റുപ്പീസ് 80,000 ആൻഡ് സ്റ്റോക്ക് റുപ്പീസ് 40,000. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് കൊണ്ടുവരുന്നത് 60,000, പിന്നെ എന്തൊക്കെ കൊണ്ടുവരുന്നു?
ഫർണിച്ചർ കൊണ്ടുവരുന്നു, സ്റ്റോക്ക് കൊണ്ടുവരുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബിസിനസ്മാൻ എന്തും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതെന്താണ്? ക്യാപിറ്റൽ ആണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ ജേണൽ എൻട്രി പാസ് ചെയ്യാം? അപ്പൊ ഇവിടെ കോമ്പൗണ്ട് ജേണൽ എൻട്രി നൽകാം, കാരണം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫർണിച്ചർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ ജേണൽ എൻട്രി പറയാം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റില് 60,000, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റില് 80,000, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് 40,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റിൽ ഇതിന്റെ മൂന്നിന്റെ ടോട്ടല് 1,80,000. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ടു ജോൺ ₹30,000 അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 5%. ജോണിന് ഗുഡ്സ് സെയിൽ ചെയ്തു അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 5%. ട്രേഡ് ഡിസ്കൗണ്ട് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ജേണൽ എൻട്രി പാസ് ചെയ്യാം? ജോൺ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, അത്രേ ജേണൽ എൻട്രി ആവശ്യമുള്ളൂ. എമൗണ്ട് നൽകുമ്പോൾ ഈ 5% മൈനസ് ചെയ്ത് നൽകുക. അപ്പൊ എത്ര എമൗണ്ട് വരും? 30,000ന്റെ 5% എന്ന് പറഞ്ഞാൽ 1,500. അപ്പൊ എമൗണ്ട് 28,500 നൽകുക. നരേഷനിൽ എങ്ങനെ പറയാം? സോൾഡ് ഗുഡ്സ് അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 5%. നരേഷനിൽ പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ്, ബോട്ട് ഗുഡ്സ് ഫ്രം സുമൻ ട്രേഡേഴ്സ് ₹60,000 അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 6%. സുമനിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു 60,000ന്റെ അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 6%. ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സുമൻ, എമൗണ്ട് 60,000ന്റെ 6%, 3,600 മൈനസ് ചെയ്ത് നൽകുക. നരേഷനിൽ എന്ത് പറയാം? ബോട്ട് ഗുഡ്സ് അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 6%. നെക്സ്റ്റ്, പെയ്ഡ് ക്യാഷ് ടു ജോസ് ₹14,500 ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട് ₹15,000. ജോസിന് ക്യാഷ് നൽകുന്നു, 15,000 ആണ് നൽകേണ്ടത്. എത്രയും നൽകുന്നുള്ളൂ? 14,500. അപ്പൊ അവിടെ ഒരു 500 ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതെന്താണ്? ആ ഒരു ക്രെഡിറ്റർ നമുക്ക് നൽകുന്ന ഡിസ്കൗണ്ട് ആണ്. ക്യാഷ് നൽകുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു, അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പൊ എങ്ങനെ ജേണൽ എൻട്രി നൽകാം? ജോസിന് ക്യാഷ് നൽകുന്നു, അപ്പൊ കോമ്പൗണ്ട് എൻട്രി നൽകാം. ജോസ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ 15,000, ടോട്ടൽ നൽകാനുള്ള എമൗണ്ട്, ടു ക്യാഷ് ക്രെഡിറ്റിൽ 14,500, ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റിൽ 500. നറേഷൻ എങ്ങനെ പറയാം? ക്യാഷ് പെയ്ഡ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. നെക്സ്റ്റ്, received cash from Soman ₹19,800 and allowed discount ₹200. സോമനിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ എന്ത് നൽകുന്നു? ഡിസ്കൗണ്ട് നൽകുന്നു. അപ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 19,800, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 200 ടു സോമൻ ക്രെഡിറ്റില് 20,000. അപ്പോൾ കോമ്പൗണ്ട് എൻട്രി തന്നെ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ജയൻ പെയ്ഡ് us cash ₹24,500 and allowed discount ₹500. ജയൻ പെയ്ഡ് us cash, ജയൻ നമുക്ക് ക്യാഷ് തരുന്നു 24,500 and allowed discount, അപ്പോൾ ഡിസ്കൗണ്ട് നൽകുന്നു. അപ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 24,500, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 500 ടു ജയൻ ക്രെഡിറ്റില് 25,000. നെക്സ്റ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ആനന്ദ് ₹7,000 ആൻഡ് റിട്ടേൺഡ് ഗുഡ്സ് ഫ്രം ഹിം ₹500. ആനന്ദിൽ നിന്ന് 7,000 ക്യാഷ് ലഭിക്കുന്നു, അതോടൊപ്പം ഗുഡ്സും റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ അത് എന്ത് റിട്ടേൺ ആണ്? സെയിൽസ് റിട്ടേൺ ആണ്. ക്യാഷും റിസീവ് ചെയ്യുന്നു, ഗുഡ്സും റിസീവ് ചെയ്യുന്നു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റില് 7,000, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റില് 500 ടു ആനന്ദ് ക്രെഡിറ്റില് 7,500. സെയിൽസ് റിട്ടേണിന്റെ കേസിൽ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്യണം. നെക്സ്റ്റ്, സെറ്റിൽഡ് ദ അക്കൗണ്ട് ഓഫ് മനോജ് ₹30,000 ബൈ പേയിങ് ഹിം ₹29,000. മനോജിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി 30,000 നൽകണം. പക്ഷെ എത്ര നൽകുന്നു? 29,000 ആണ് നൽകുന്നത്. അപ്പൊ അവിടെ എന്താണ്?
1000 നമുക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട് ആണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പൊ എങ്ങനെ ജേണൽ എൻട്രി പറയാം? മനോജ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ 30,000, ടു ക്യാഷ് ക്രെഡിറ്റിൽ 29,000, ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റിൽ 1,000. നറേഷൻ എന്ത് പറയാം? ക്യാഷ് പെയ്ഡ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. നെക്സ്റ്റ്, പെയ്ഡ് ക്യാഷ് ടു വിജയൻ rupees 13,000 ആൻഡ് റിട്ടേൺഡ് ഗുഡ്സ് ടു ഹിം rupees 700. വിജയന് ക്യാഷ് 13,000 കൊടുക്കുന്നു, അതോടൊപ്പം ഗുഡ്സും റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ അത് എന്ത് റിട്ടേൺ ആണ്? നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അത് പെർച്ചേസ് റിട്ടേൺ ആണ്. അപ്പൊ എങ്ങനെ ജേണൽ എൻട്രി പറയാം? കോമ്പൗണ്ട് എൻട്രി ശ്രദ്ധിച്ചോ. വിജയൻ അക്കൗണ്ട് ഡെറ്റർ രണ്ട് എമൗണ്ട് ടോട്ടൽ ചെയ്യുക, 13,000 പ്ലസ് 700, 13,700. ഡെബിറ്റിൽ 13,700. ടു ക്യാഷ് ക്രെഡിറ്റിൽ 13,000, ടു പെർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റിൽ 700. നറേഷൻ എന്ത് പറയാം? ക്യാഷ് പെയ്ഡ് ആൻഡ് ഗുഡ്സ് റിട്ടേൺഡ്. നെക്സ്റ്റ്, പെയ്ഡ് വേജസ് rupees 1,800, വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നെക്സ്റ്റ്, പെയ്ഡ് റെന്റ് rupees 18,000, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നറേഷൻ എന്ത് പറയാം? പെയ്ഡ് റെന്റ്. അപ്പൊ ഇത്രയാണ് ഈ ട്രാൻസാക്ഷൻസ് വരുന്നത്. അപ്പോൾ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം കമ്പയർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രിയുടെ ലാസ്റ്റ് പാർട്ടിലാണ് നമ്മൾ ഉള്ളത്. ഇനി GSTയുടെ ഒരു പോർഷനും കൂടെ കഴിഞ്ഞാൽ ജേണൽ എൻട്രി കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള ജേണലിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള ബേസിക് അക്കൗണ്ടിങ് ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഡിസ്കൗണ്ടിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്